Hello students, JEE Advanced Question Paper ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. സോ JEE പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കമ്പയറിംഗ് ടു അതർ ചാപ്റ്റേഴ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് IIT JEE 2008 ചോദിച്ചൊരു ചോദ്യമാണ്. So the question is that consider a system of 3 charges q by 3, q by 3 and minus 2 q by 3 placed at point A, B and C respectively as shown in the figure. അപ്പോൾ ഫിഗറിൽ കറക്റ്റായിട്ട് ഇവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. Take O to be at the center of the circle, then angle CAB is given as 60 degree. അതും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണേ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെരിഫൈ ചെയ്യാം. അത് ശരിയാണെങ്കിൽ അതായിരിക്കും ആൻസർ ഉണ്ടാവുക. ഇനി അതല്ല അത് തെറ്റാണെങ്കിൽ അപ്പോൾ അടുത്തതെടുത്ത് വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ശരിയാണെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O, ഈ സെൻറ്ററിൽ ഓയിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് Q divided by 8 pi epsilon naught into r square which is directed along the negative x-axis. The second one, the potential energy of the whole system is 0. The third one, the magnitude of force between the charges C and B is Q square divided by 54 pi epsilon naught r square. And the last option, the potential at point O is given as Q divided by 12 pi epsilon naught into r. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്നെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് അത് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ ഏറ്റവും കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് ഫോഴ്സാണ്, ഫോഴ്സ് ബിറ്റ്വീൻ C ആൻഡ് B. അപ്പോൾ ഞാൻ ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇത് ശരിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് പോയിട്ട് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ C ആൻഡ് B, കാരണം ഫോഴ്സ് കണ്ടുപിടിക്കാൻ വി നോ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon naught Q1 Q2 divided by r square. Okay, and charges are given. This charge is Q by 3. ചാർജ് ബിയും എന്തുതന്നെയാണ് Q by 3 ആണ്. ചാർജ് C നെഗറ്റീവ് 2Q divided by 3. ഓക്കെ, ഈ ഡിസ്റ്റൻസിന് ഞാൻ R എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ C ആൻഡ് B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/4 pi epsilon naught 1/4 pi epsilon naught Q1 means it is Q divided by 3 into Q2 means minus 2Q divided by 3 divided by r square, distance square. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് C. അപ്പോൾ അതിന് പല മെത്തേഡ് ഉണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഫ്രം ദ ട്രയാങ്കിൾ ABC വി ക്യാൻ ഫൈൻഡ് ദ sin 60. ഓക്കെ, so sin 60, we know that sin theta is equal to opposite divided by hypotenuse. In this case opposite means CB divided by hypotenuse is AB, which implies that CB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. So CB is equal to AB sin 60. AB എന്ന് വെച്ച് എന്താണ്? AB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. കണ്ടില്ല ഈ ഫിഗറിൽ തന്നെ AB എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് റേഡിയസ്, അതിൻ്റെ ഡയമീറ്റർ ആണ്. സോ സിൻസ് ഇറ്റ് ഈസ് ഡയമീറ്റർ, ഈ ഭാഗം O മുതൽ B വരെ 6 ആയിരിക്കും. അതേപോലെ O മുതൽ A വരെയും അതിൻ്റെ ഡിസ്റ്റൻസ് 6 ആയിരിക്കും. സോ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AB? ലെങ്ത് ഓഫ് AB വിൽ ബി 2r. സോ വി ക്യാൻ റൈറ്റ് ആസ് CB is equal to 2r sin 60. ഓക്കെ, ഇനി ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻസ്റ്റെഡ് ഓഫ് r square I can write 2r sin 60 the whole square. Okay, then force is equal to 1/4 pi epsilon naught. Q into Q become Q square, so minus 2Q square divided by 3 into 3 will become 9. Then 2r sin 60 the whole square നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 square 4 r square itself. sin 60 is √3/2. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 divided by 4. ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 വരും. സോ F is equal to minus Q square divided by 9 into 2 18 into 3 will get 54. So 54 pi epsilon naught r square.
they are asking the magnitude alone. Okay, so magnitude will be q square divided by 54 pi epsilon r square. അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ച സമയത്തിന് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇനി ബാക്കി ഏത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ തെറ്റായിട്ടേ വരുള്ളൂ. അതായത് പൊട്ടൻഷ്യൽ അറ്റ് ഒ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ അറ്റ് ഒ 0 ആണ് കിട്ടുക. കാരണം പൊട്ടൻഷ്യൽ അറ്റ് എ വിൽ ബി ഡ്യൂ ടു potential at O will be due to the charge due to A plus B plus C. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ 0 ആണ് കിട്ടുക. പക്ഷേ ഇവിടെ വരെ 0 അല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ബട്ട് ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. പിന്നെ ഇത് സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ആൻസർ തന്നെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question is IIT JEE 2007. Positive and negative point charges of equal magnitude are kept at 0,0, a/2. രണ്ടാമത്തെ ചാർജിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. The work done by the electric field when another positive point charge is moved from -a to 0,a,0. അപ്പോൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല അറിയാം അല്ലേ? വർക്ക് ഡൺ, ഫോർ എക്സാമ്പിൾ ഇഫ് എ ചാർജ് ഈസ് മൂവിങ് ഫ്രം എ ടു ബി, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്താണ്? ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ മൈനസ് വി ബി. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല. ഇനി ഇൻ കേസ് അതെങ്ങാനും ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിലോ വർക്ക് ഡൺ 0 ആയിരിക്കും. കാരണം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് മീൻസ് പൊട്ടൻഷ്യൽ വിൽ ബി സെയിം. അപ്പോൾ വി എയും വി ബിയും ഈക്വൽ ആണെങ്കിൽ ആൻസർ 0 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊന്ന് മനസ്സിലാകാൻ നമുക്ക് റഫായിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരക്കാം. സോ ലെറ്റ് വി ഹാവ് എക്സ് ആക്സിസ്, ദെൻ വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്. ഒരെണ്ണം പോസിറ്റീവ് ആണ്, രണ്ടാമത്തെ ചാർജ് നെഗറ്റീവ് ആണ്, ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, വിച്ച് മീൻസ് ദാറ്റ് ഒരെണ്ണം പ്ലസ് ക്യൂ ആണെങ്കിൽ മറ്റേത് മൈനസ് ക്യൂ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ചാർജ് ഈസ് കെപ്റ്റ് അറ്റ് സെഡ് ആക്സിസിലാണ് അല്ലേ, a/2. അപ്പോൾ ഒന്നാമത്തെ ചാർജ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, ഞാൻ അതിനെ എ എന്ന് വിളിച്ചു. ഓക്കെ, ഈ ചാർജ് ഞാനൊരു പ്ലസ് ക്യൂ എന്ന് വിളിച്ചു. രണ്ടാമത്തെ ചാർജ് നെഗറ്റീവ് സെഡ് ആക്സിസിലാണുള്ളത്. സോ ലെറ്റ് ദിസ് ഈസ് അവർ നെഗറ്റീവ് സെഡ് ആക്സിസ്. ഇതേ ഡിസ്റ്റൻസിൽ തന്നെ അല്ലേ, ഇത് നമ്മുടെ ഒറിജിൻ ആണ്. ഇതേ ഡിസ്റ്റൻസ് a/2ലാണ് നമ്മുടെ രണ്ടാമത്തെ ചാർജ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചാർജിനെ ഞാൻ ബി എന്ന് വിളിച്ചു. സോ ദിസ് ചാർജ് ഇസ് നെഗറ്റീവ് ക്യൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡൈപോൾ ആണ്. So because two equal and opposite charges separated by a very small distance. Ini from where we are moving the charge from minus a. Minus a means that is a point from on the x-axis. So it is negative x-axis. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിനെ ഞാൻ ഒരു p എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെയാണ് ഒന്നാമത്തേത്. 0,a,0 മീൻസ് അത് y ആക്സിസിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് a തന്നെയാണ്. ഈ ഡിസ്റ്റൻസ് a ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് v ആണ്. സോ p മുതൽ q വരെയാണ് അവർ മൂവ് ചെയ്യുന്നത്. So what is the equation of work done? Q into VA minus VB. So in this case potential at P, potential at Q equal ആണ്. കാരണം ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം. What is the equation of potential? The equation of potential means 1/4 pi epsilon naught Q divided by R. ഈ രണ്ട് കേസിലും ചാർജും സെയിം ആണ്, അതേപോലെ തന്നെ ഡിസ്റ്റൻസും. ഇവിടെ നോക്കി നോക്കൂ, O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് A ആണ്, അതേപോലെ തന്നെ O മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസും A ആണ്. അപ്പോൾ ഡിസ്റ്റൻസും സെയിം ആണ്, ചാർജും സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് പൊട്ടൻഷ്യൽ അറ്റ് P വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് Q. അത് രണ്ടും ഈക്വൽ ആയത് കാരണം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി 0 കിട്ടും. ദേ ആർ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ്. therefore work done will be equal to 0. work done ഈ ഒരു കേസിൽ work done എന്താണ്? 0 ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യം കൂടില്ല. ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി ഒബ്വിയസ്ലി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 0. Okay. Then we'll move to the next question. Next question is IIT JEE 2000. A parallel plate capacitor of area A, plate separation D and capacitance C is filled with 3 different dielectric materials having dielectric constants K1, K2 and K3 as shown in the figure. If a single dielectric material is to be used to have the same capacitance C in this capacitor, then its dielectric constant K is given by. അപ്പോൾ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ കറക്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ പാർട്ടിലേക്ക് വരാം. അപ്പോൾ ഞാനിത് സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഇതുപോലത്തെ പല ടൈപ്പ് കോമ്പിനേഷന് ഇതിന് മുമ്പ് പല തവണ IIT അഡ്വാൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു റഫായിട്ടൊരു ഫിഗർ നിങ്ങൾക്കൊന്ന് വരക്കാം. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലലാണ്. കാരണം ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് കപ്പാസിറ്റർ, അതേപോലെ തന്നെ ദിസ് ഈസ് അവർ സെക്കൻഡ് കപ്പാസിറ്റർ, ഇത് നമ്മുടെ സെക്കൻഡ് കപ്പാസിറ്റർ അല്ലേ. ഞാൻ വരക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററാണ് ഇവിടെ, രണ്ടാമത്തെ കപ്പാസിറ്ററാണ് ഇങ്ങനെ. രണ്ടും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, കാരണം രണ്ടും ഇവിടെ കണ്ടോ കണക്ഷൻ, രണ്ടുപേരും തമ്മിൽ കണക്ഷൻ ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ കണക്റ്റഡ്. സോ എനിക്കിങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, രണ്ടും പാരലൽ അല്ലേ. സോ ഈ രണ്ട് കപ്പാസിറ്റേഴ്സും എന്താണ്, പാരലൽ ആണ്. ആ രണ്ട് കപ്പാസിറ്റർക്കും സീരീസ് ആയിട്ടാണ് ഈ മൂന്നാമത്തെ കപ്പാസിറ്റർ ഉള്ളത്. ആ രണ്ട് കപ്പാസിറ്ററിനും സീരീസ് ആയിട്ടാണ് ഈ മൂന്നാമത്തേത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരിക. ഇത് നമ്മുടെ ഒന്നാമത്തെ കപ്പാസിറ്റർ, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ. ദാറ്റ് ടു കപ്പാസിറ്റേഴ്സ് ആർ പാരലൽ വിത്ത് ഈച്ച് അതർ ആൻഡ് ദ തേർഡ് വൺ ഈസ് വിത്ത് സീരീസ്. കണ്ടോ, ഈ രണ്ടെണ്ണം ഇതിനെന്താണ്, സീരീസ് ആയിട്ടാണുള്ളത്. സോ ലെറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഞാൻ C1 എന്ന് വിളിച്ചു, ഇതിൻ്റെ C2 ആൻഡ് ദിസ് ഈസ് C3. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ കപ്പാസിറ്റൻസ് വരിക? ഇത് രണ്ടും സീരീസ് ആയത് കാരണം നമുക്ക് സീരീസിൻ്റെ ഫോർമുല അറിയാം അല്ലേ, C1 + C2. അപ്പോൾ ഇത് രണ്ട് കാരണമുള്ള കപ്പാസിറ്റൻസ് എത്ര വരിക, C1 + C2. ഞാൻ ഇതിൻ്റെ ഒരു ഈക്വലൻ്റ് ഡയഗ്രാം വരക്കട്ടെ. സോ ഈ രണ്ട് കപ്പാസിറ്റൻസും കാരണം ഇതെന്തായി മാറും, C1 + C2 ആയിട്ട് മാറും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഉണ്ട് അല്ലേ, മൂന്നാമത്തത് C3. ഇത് രണ്ടും സീരീസ് കണക്ഷൻ ആണ്. കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ സീരീസ് കണക്ഷൻ്റെ ഫോർമുല 1/C1 + 1/C2 = 1/C. So we can write 1/C equivalent is equal to 1/C1. C1 means ഒന്നാമത്തതിൻ്റെ കപ്പാസിറ്റൻസ്, ഒന്നാമത്തത് ഏതാണ്, C1 + C2. So we can write 1/C1 + C2 plus third one, that is 1/C3. ഇനി നേരെ ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആദ്യം C1ൻ്റെയും C2ൻ്റെയും C3യുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, so we can able to find the value of C1, C2 and C3. So first of all C1. We know that for a parallel plate capacitor, capacitance is equal to epsilon naught A into K divided by D. So substituting the value we will get epsilon naught, ഒന്നാമത്തെ കേസിൽ ഏരിയ A by 2 ആണ്, into K1 divided by D means D by 2 ആണ്. Okay, so this 2 and 2 will cancel, therefore C1 is equal to epsilon naught A K1 divided by D. ഇതാണ് ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് C2 കണ്ടുപിടിക്കാം, രണ്ടാമത്തതും ഇതുപോലെ തന്നെയാണ്, ഏരിയ A by 2 ആണ്, ഡിസ്റ്റൻസ് D by 2 ആണ്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല, ആ ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിന് മാത്രമേ മാറ്റുള്ളൂ. സോ വാട്ട് വിൽ ബി C2 വിൽ ബി ഈക്വൽ ടു epsilon naught A K2 divided by D. ഇതാണ് C2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം, C3. So C3 will be equal to epsilon naught, ഏരിയ അവിടെ A തന്നെയാണ് അല്ലേ, A into K3 divided by D. ഡിസ്റ്റൻസ് എത്രയാണ്, D by 2, കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസും D by 2 ആണ്. സോ D by 2, that by 2 will goes to numerator. ആ 2 അവിടെ എത്തി. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ കിട്ടി, ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/C equivalent is equal to 1/C1 + C2 അല്ലേ. അപ്പോൾ C1ൻ്റെ വാല്യൂ എത്രയാണ്, epsilon naught A K1 divided by D plus C2 means epsilon naught A K2 divided by D plus 1/C3 value is epsilon naught 2 epsilon naught A K3 divided by D. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ലൈനാണ്. If a single dielectric, ഇത് സിംഗിൾ എന്നാണ് കേട്ടോ, if a single dielectric material is to be used to have the same capacitance, അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഈ മൂന്ന് വ്യത്യസ്തമായ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റുകളൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ പകരം നമ്മൾ സിംഗിൾ ഡൈലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് it is to be used to have the same capacitance C. അപ്പോൾ ഈ K1 K2 K3 ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരൊറ്റ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തു K. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് ഇതിന് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ട് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് എ സിംഗിൾ ഡൈലക്ട്രിക് മെറ്റീരിയൽ ഈസ് ടു ബി യൂസ്ഡ് ടു ഹാവ് ദ സെയിം കപ്പാസിറ്റൻസ് C ഇൻ ദിസ് കപ്പാസിറ്റർ,
അപ്പോൾ ഈ മൂന്നെണ്ണം ഒഴിവാക്കിയിട്ട് പകരം ഒരൊറ്റ എണ്ണം നമ്മൾ വെച്ചു, ഹാവിങ് എ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ, അത് ഇതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? സി ഈക്വലൻ്റ് എന്താണ്? എപ്സിലോൺ നോട്ട് എ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, അപ്പോൾ സി ഈക്വലൻറ്റിന് പകരം നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് എ കെ ഡിവൈഡഡ് ബൈ ഡി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഇവിടെ ഈ ഒരു രണ്ട് ടേമിൽ അല്ലേ, ഈ ഒരു ഭാഗത്ത് ആര് കോമൺ ആണ്? എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡി കോമൺ ആണ്. ബാക്കി ആരാ ഉള്ളത്? k1 പ്ലസ് k2. ഓക്കെ, പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട് എ k3 divided by d. So in the next step 1 divided by epsilon naught a k divided by d is equal to, ഈ ഫസ്റ്റ് രണ്ട് ടേമിലും ആരൊക്കെ കോമൺ ആണ്? എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡി കോമൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് എ ബൈ ഡി കോമൺ ആണ്. അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ ബാക്കി ഏതെല്ലാം ഉണ്ടാകും? 1 ഡിവൈഡഡ് ബൈ k1 plus k2 plus 1 divided by 2k3. Okay, then this epsilon naught a d, epsilon naught a by d, ഇതൊക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോയി. ആ ടേംസ് കോമൺ ആയിട്ടുള്ള ടേംസുകളൊക്കെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 by k is equal to 1 by k1 plus k2 plus 1 divided by 2k3. So which means that നമുക്ക് ഇനി ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ. 1 by k is equal to 1 by k1 plus k2 plus 1 by 2k3. Therefore second option is a correct answer. ഇപ്പോൾ പല IIT എക്സാമുകളിലും ഇത് പല കോമ്പറ്റീഷൻസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സീരീസ് ആണ്, പാരലൽ ഏതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് C1 C2 C3 വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ സി ഈക്വലൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻ അനുസരിച്ച് നമ്മളത് മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. സോ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. IIT JEE 2010. A few electric field lines of a system of two charges Q1 and Q2 fixed at two different points on the x-axis as shown in the figure. The line suggests, അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ചില കേസിൽ 2 ആയിരിക്കും കറക്റ്റ്, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തേത് Q1 greater than Q2, second one Q1 less than Q2, third one at a finite distance to the left of Q1 the electric field is 0, and the last option at a finite distance to the right of Q2 the electric field is 0. അപ്പോൾ വളരെ പതുക്കെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ നമുക്കിതിന് ആൻസർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ Q1 Q2 ഉണ്ട്. ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ ഏതിൻ്റെ ചാർജാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും കറക്റ്റ് ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. സോ ഇവിടെ Q1 എന്ന് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണ്. Q1 എന്ന് എമേർജ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണ്. അതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദ ഫീൽഡ് ലൈൻസ് ആർ എമേർജിങ് ഫ്രം Q1. അതുകൊണ്ട് Q1 എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. Q2 നെഗറ്റീവ് ചാർജ് ആയിരിക്കും. Because we know that the electric field lines are emerging from positive and ends in the negative. So Q1 പോസിറ്റീവ് ആണ്, Q2 നെഗറ്റീവ് ആണ്. ഇനി ഇവിടുന്ന് എമർജ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം Q1 എന്ന് ഇവിടെ നോക്കി നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് Q1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ Q2 എന്ന് അങ്ങനെയല്ല, 1 2 3 4 5 6 7 8, അതായത് അവിടെ എൻഡ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ Q1 എന്ന് ഒരുപാട് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ Q2 എൻഡ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് Q1 ഇത്രയും ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യാൻ കാരണം? കാരണം Q1ൻ്റെ ചാർജ് കൂടുതലാണ്. മോർ ദ ചാർജ് മീൻസ് മോർ വിൽ ബി ദ ഫീൽഡ് ലൈൻസ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? Q1ൻ്റെ ചാർജ് കൂടുതലാണ്. സോ ദ ചാർജ് ഓഫ് Q1 ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ചാർജ് ഓഫ് Q2. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഇടാൻ കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പറയുന്നത്. ഓക്കെ, ദെയർഫോർ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ എന്തായാലും തെറ്റാണ്.
ഓക്കെ, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ നോക്കാം. മൂന്നാമത് പറയുന്നത് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടു ദ ലെഫ്റ്റ് ഓഫ് Q1, ഈ Q1ൻ്റെ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ലെഫ്റ്റിൽ ഒരു പോയിന്റ് ഉണ്ട്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ ഞാൻ രണ്ട് ചാർജസ് വരച്ചു. ഒരെണ്ണം Q1 ആണ്, ഇത് Q2 ആണ്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q1ൻ്റെ വാല്യൂ കൂടുതലാണെന്ന് ഓർമ്മയിലുണ്ടായിരിക്കണം. ഓക്കെ, Q2നെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ലെഫ്റ്റിൽ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ആ പോയിന്റിൻ്റെ പ്രത്യേകത? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമുക്കൊന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതായത് ഈ Q1ൻ്റെ ലെഫ്റ്റിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് 0 കിട്ടുമോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാറ്? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നമുക്ക് പല രീതിയിൽ പറയാം. നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് ചാർജ് വെക്കും അല്ലേ, ഒരു ചെറിയ പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ടെസ്റ്റ് ചാർജ് എന്ന് പറയാറ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ടെസ്റ്റ് ചാർജ് വെക്കും. ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ദാറ്റ് ടെസ്റ്റ് ചാർജ് ഈസ് മൂവിങ്, ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ ഇമാജിൻ ദാറ്റ് വി ആർ കീപ്പിംഗ് എ സ്മോൾ ടെസ്റ്റ് ചാർജ് ഹിയർ. Then what A will do? A is positive charge and B is negative charge, as we already mentioned. So since A is positive and our test charge is also positive, they will repel. So this is electric field due to A. And what B will do? B will try to attract. So this is electric field due to A. Either electric field due to B. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ലെഫ്റ്റിലുള്ള ഒരു പോയിന്റിൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കത് ഫിഗർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരിക്കലും ഇയും ഇബിയും ഈക്വൽ ആവില്ല. കാരണം we know that electric field equation is electric field is equal to 1 by 4 pi epsilon naught q by r square. That is electric field is inversely proportional to r square. അത് ആർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്റ്റൻസിന്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഓൾറെഡി നമുക്കറിയാൻ പറ്റും Q2ൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ Q2ൻ്റെ വാല്യൂ കുറവാന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് Q2 എന്നുള്ള ഡിസ്റ്റൻസും കൂടുതലാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബിയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എയും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബിയും ഈക്വൽ ആയാൽ മാത്രമേ അവിടെ 0 കിട്ടുള്ളൂ. അപ്പോൾ ഒരു സർക്കംസ്റ്റാൻസിലും അവിടെ എന്ത് കിട്ടില്ല? അത് രണ്ടും ഈക്വൽ ആവില്ല. കാരണം എ ഓൾറെഡി എയുടെ വാല്യൂ കൂടുതലാണ്, ചാർജ് ഓഫ് എ കൂടുതലാണ്, പ്ലസ് അത് അടുത്തുള്ളതാണ്. അപ്പോൾ ഇയുടെ വാല്യൂ ഒരുപാട് കൂടുതലായിരിക്കും. ഇ ബിയുടെ വാല്യൂ കുറവാണ്, പ്ലസ് അതിലേക്കുള്ള ഡിസ്റ്റൻസും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ചാർജും കുറവ്, ഡിസ്റ്റൻസും കൂടുതൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി വളരെ കുറവായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ഒരിക്കലും നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റിൽ എന്ത് കിട്ടില്ല? ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഒരിക്കലും നെഗറ്റീവ് 0 കിട്ടില്ല. നമുക്കിനി റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടാൻ ഞാനൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. സോ സിൻസ് എ ഈസ് പോസിറ്റീവ് ഇറ്റ് വിൽ റിപ്പൽ. സോ ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ. ബി എന്താണ്? അട്രാക്ട് ചെയ്യും. സോ ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി. ഇതും ഈക്വൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് 0 കിട്ടും. ഈ കേസിൽ അവർ ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ബിയുടെ ചാർജ് കുറവാണ്, പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടുത്തുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ അടുത്തുള്ള ഒരു പോയിന്റ് ആയത് കാരണം എന്താണ്? അത് അത്യാവശ്യം ഇലക്ട്രിക് ഫീൽഡ് ടു ബി ഉണ്ടാവും. എൻ്റെ ചാർജ് കൂടുതലാണ്, പക്ഷേ ഇ ബിയുമായിട്ട് ഈക്വൽ ആവാം ഇനി. കാരണം എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഒരുപാട് ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ടു എയുടെ വാല്യൂ കുറയും. ഓക്കെ, അത് ചിലപ്പോൾ എന്തിന് ഈക്വൽ ആകും? ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ബൈ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ആൻഡ് ബി വിൽ ബി ഈക്വൽ. കാരണം എ കുറച്ച് അകലെയാണുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താക്കാം? ഈക്വൽ ആക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 കിട്ടാൻ നമുക്കൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇത് രണ്ട് ഈക്വൽ ആവും. പക്ഷേ ലെഫ്റ്റിൽ ദർ ഇസ് നോ ചാൻസ്. Therefore the fourth option is correct. ഓക്കെ, നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടു ദ റൈറ്റ് ഓഫ് Q2 the electric field is 0. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore which of the options are correct? Option 1 and option 4 are correct. Okay, so this is an IIT 2010 2010 IIT JEE ഒരു ക്വസ്റ്റ്യൻ ആണ്.